ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഷർട്ടിൻ്റെ കോളർ എങ്ങനെയാണ് വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോളർ കട്ട് ചെയ്ത് നമ്മളിത് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു നെക്കും കോളറും തമ്മിലുള്ള അകലം നമ്മൾ ഇവിടെ കണ്ടോ, ഒരു 1/4 ഇഞ്ച് നമ്മുടെ തുണി ഇവിടെ അകലം വിട്ടതിന് ശേഷമാണ് നമ്മളിത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതൊരു കട്ടിങ് കണ്ടോ, നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് നമ്മുടെ കോളറിൻ്റെ ഭാഗത്ത് കറക്റ്റ് നമ്മുടെ ആ ഒരു ക്യാൻവാസിന് കറക്റ്റായി കട്ട് ചെയ്യുക. നമ്മൾ അവിടെ ഒരു 1/4 ഇഞ്ച് തുന്നി കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് നെക്ക് പീസിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ക്യാൻവാസ് കേട്ടോ, നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ക്യാൻവാസിൻ്റെ നമ്മുടെ കോളറിൻ്റെ ഉൾവശത്ത് തയ്ക്കുവാൻ വേണ്ടി നമ്മളൊരു പീസ് എടുക്കണം. നമ്മളിത് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള വീതിയിലും നീളത്തിലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ ഉൾവശത്ത് കൊടുക്കുവാനുള്ള പീസുമാണ് നമുക്ക് ആവശ്യം. ഇത് നമുക്ക് നെക്കിൻ്റെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിനനുസരിച്ച് കേട്ടോ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കണ്ടോ, നമ്മൾ ആ ഒരു കോളറിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ ഷേപ്പിനനുസരിച്ച് തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. നിർബന്ധമായും ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കണം കണ്ടോ. ഇവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് സൈഡ് ഭാഗമൊക്കെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ മടക്കി പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമാണ്. ഇതുപോലെ വെച്ച് നമ്മുടെ നല്ല വശത്ത് നിന്ന് ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ആ ഒരു മടക്കിന് കറക്റ്റായി നമ്മൾ ഇതുപോലെ പിടിച്ചു കൊടുത്താൽ മതി. നമുക്കിത് കറക്റ്റായി നമുക്ക് പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് ഇവിടെ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഇവിടെ ഉൾവശത്ത് കൂടുതലുള്ള ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ. നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ വശം നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് കറക്റ്റ് വരുന്ന ഭാഗം കേട്ടോ, നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു ഭാഗവും രണ്ടാമത്തെ പീസിൻ്റെ ക്യാൻവാസ് ഭാഗവും കറക്റ്റ് നമ്മൾ ഇതുപോലെ പിടിച്ച് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഈ ഒരു തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ചെറിയൊരു കട്ടിങ്ങേ കൊടുക്കാൻ പാടുള്ളൂ കണ്ടോ. ഇതുപോലെ ചെറിയൊരു കട്ടിങ് മാത്രം കൊടുക്കുക. ഇനി നമുക്ക് കോളർ തയ്ക്കാം. കോളർ തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നല്ല വശം ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ കോളറിനെ ഒട്ടിച്ചെടുത്തിട്ടുള്ള പീസിനെ ഇതുപോലെ വെക്കുക കണ്ടോ. ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ ഇതുപോലെ തയ്ക്കുന്നു കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് കൊടുക്കുവാൻ വേണ്ടി ഇതുപോലൊരു നൂല് കണ്ടോ, നമ്മുടെ ആ ഒരു കോണൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് ഈ ഒരു 2 തുണിയുടെയും ഇടയിൽ കൂടി ഇതുപോലെ നൂല് വെച്ച് കൊടുത്ത് ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുക്കുക കണ്ടോ. ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് സ്റ്റിച്ച് എത്താൻ പാടുള്ളൂ. നമ്മൾ ഈ ഒരു നൂലിനെ ഇതുപോലെ വെച്ച് കേട്ടോ നല്ലവണ്ണം ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ വെക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് തയ്ക്കാം. ഈ ഒരു ഭാഗവും നമ്മൾ ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ തയ്ക്കണം. എന്നാൽ കൂടുതൽ അവിടെ നമ്മുടെ അകലം കൊടുക്കാനും പാടില്ല. കറക്റ്റായിട്ട് നമ്മുടെ ഒരു നൂല് വണ്ണം അകലം മാത്രമേ അവിടെ കൊടുക്കാനും പാടുള്ളൂ. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെയും സ്റ്റിച്ചിങ് നിർത്തുന്നു. ഇവിടെയും നേരത്തെ ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ കണ്ടോ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള പീസിൻ്റെയും നമ്മുടെ ഉൾവശത്ത് കൊടുക്കാനുള്ള ഒരു പീസിൻ്റെയും ഇടയിൽ കൂടി ഇതുപോലെ നൂല് കടത്തുന്നു. ആ ഒരു കോണിലേക്ക് ഒരു കുത്തു കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച്, ഒറ്റൊരു സ്റ്റിച്ച് മാത്രം കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് ഇതുപോലെ താഴോട്ടേക്കും തയ്ക്കുക കേട്ടോ. നമ്മുടെ ഉൾവശത്തുള്ള പീസ് ലൂസാകാനൊന്നും പാടില്ല. നമുക്ക് കറക്റ്റ് നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ നമ്മുടെ ഉൾവശത്തുള്ള പീസും കിട്ടണം. നമുക്ക് ഉൾവശത്തുള്ള പീസ് ലൂസ് വന്നാൽ ചുളുക്കാണ് ഉൾവശത്ത് ഉണ്ടാവുക. അതില്ലാതെ കറക്റ്റായി നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത്
ആവശ്യമുള്ള തുന്നത്തുണി കൊടുത്ത് ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. കോളറൊക്കെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തതാണെങ്കിൽ കറക്റ്റ് ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. കണ്ടോ, ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു കൊടുത്ത നൂല് കണ്ടോ, നമുക്കിതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ കോളറിൻ്റെ പോയിന്റ് കണ്ടോ നല്ല കറക്റ്റായിട്ട് നമുക്ക് വൃത്തിയോടുകൂടി നല്ലൊരു പോയിന്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ വസ്തു അതുപോലെ തന്നെ കൊടുക്കുന്നു. കണ്ടോ, ആ ഒരു പോയിന്റ് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി അതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് സൈഡ് വശങ്ങളൊക്കെ ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കോളർ ആ ഒരു ഷേപ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ടോ, നമുക്ക് നല്ലവണ്ണം നഖം വലിച്ചു കൊടുത്താൽ നമുക്ക് വൃത്തിയോടുകൂടി ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ആവശ്യമുള്ള വീതിയിൽ ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കാം. പ്രഷർ വുഡിൻ്റെ വീതിയിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഹാഫ് പ്രഷർ വുഡിൻ്റെ വീതിയിലും നമ്മൾ കൊടുക്കാം. നമ്മളൊരു പോയിന്റ് വീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇവിടെ കണ്ടോ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ആ ഒരു തുണി കണ്ടോ, ഉൾവശത്തുള്ള ആ ഒരു തുണി കണ്ടോ, നമ്മൾ സ്റ്റിച്ചിങ് സമയത്ത് കറക്റ്റ് കൊടുത്താൽ നമുക്കത് ചുളുക്കൊന്നുമില്ലാതെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഉൾവശവും നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു കോളറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് പിടിച്ച് ഈ ഒരു കോളറിനും നമ്മളൊരു സെൻറ്റർ മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ നല്ല വശമാണ്. നമ്മളിവിടെ സെൻറ്റർ വശം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോളറിൻ്റെ നല്ല വശമാണിത്. ആ ഒരു നല്ല വശത്ത് നമ്മുടെ ഈ ഒരു നെക്ക് കണ്ടോ, നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങും കണ്ടോ, നെക്കിൻ്റെ സെൻറ്റർ മാർക്കിങ്, കോളറിൻ്റെ സെൻറ്റർ മാർക്കിങ് കറക്റ്റ് വെച്ച് ഇവിടെ നമ്മൾ ആദ്യം ഇതുപോലെ തയ്ച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ഇവിടെ വരെ തയ്ക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡ് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ സൈഡ് ഭാഗത്ത് തുടങ്ങി ഇനി അതുപോലെ നമ്മുടെ രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ അളവ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ കണ്ടോ, നെക്കിൻ്റെ നീളം കണ്ടോ, നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം. കണ്ടോ, ഇവിടെ നിന്ന് നമ്മുടെ ഈ കോളറിൽ നിന്ന് നെക്കിൻ്റെ പുറത്തേക്കുള്ള നീളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ വൃത്തി ഉണ്ടാകൂ. ഇനി നമുക്കിവിടെ നെക്കിന് വേണ്ടി നമ്മൾ നെക്കിൻ്റെ ഉൾവശത്ത് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ നേരത്തെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ത്തിൻ്റെ നല്ല പീസ് കണ്ടോ, നല്ലൊരു ഭാഗം നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ, നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. വെച്ച് ഇതുപോലെ ഈ ഒരു കോണ് വശമൊക്കെ കറക്റ്റ് പോയിന്റിൽ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കി ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഈ ഒരു ഭാഗവും നമ്മൾ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഉൾവശത്തുള്ള പീസ് നമുക്ക് ചുളുക്കൊന്നും വരാതെ നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെ കറക്റ്റ് തയ്ച്ചെടുക്കുക. ഇവിടെ വെച്ച് ഈ ഒരു സ്റ്റിച്ചിങ് നിർത്തുന്നു. നമുക്ക് ഇവിടെയുള്ള എക്സ്ട്രാ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാനുണ്ടാവില്ല, രണ്ട് സൈഡിൽ മാത്രമേ ഉണ്ടാകൂ. കാരണം മുകൾ ഭാഗം നമ്മൾ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. നമ്മളിതിന് നെക്ക് കണ്ടോ ഇതുപോലെ മടക്കി ഇതുപോലെ മറിച്ചിടുക. കണ്ടോ, ഇതുപോലെ മറിച്ചിട്ടാൽ നമുക്കൊരു സൂചി കൊണ്ട് ഇവിടെ നമുക്ക് കണ്ടോ ഒന്ന് കുത്തി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ നെക്കിൻ്റെ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ വെച്ച് കണ്ടോ ഇവിടെ ഇതുപോലെ ഒന്ന് കൊടുത്താൽ കണ്ടോ നമുക്ക് ആ നെക്കിൻ്റെ പോയിന്റ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത്. ഇനി നമ്മുടെ ഈ ഒരു നെക്കിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. അതുപോലെ തന്നെ ഉൾവശവും കണ്ടോ നമുക്ക് ചുളുക്കൊന്നുമില്ലാതെ നല്ല വൃത്തിയോടുകൂടി കിട്ടിയത് കണ്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് സൈഡിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ച് ഇവിടെ വരെ കൊടുക്കുന്നു. ഇനി നമുക്കൊരു 1-2 സ്റ്റിച്ച് താഴോട്ടേക്ക് കൊടുത്ത് നമുക്ക് പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മുടെ നെക്കിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കണ്ടോ, പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മളിത്
കറക്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പീസ് കണ്ടോ, ഈ ഒരു ഭാഗം നമുക്കിവിടെ കോളർ ഫിറ്റ് ചെയ്യാനുള്ള തുന്നത്തുണി മാത്രം വെച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ നേരെ ഇതുപോലെ പിടിച്ച് കണ്ടോ, നമ്മുടെ സെൻറ്റർ വശം കറക്റ്റ് ചെയ്യുകയാണ്. കറക്റ്റ് നമ്മുടെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സെൻറ്റർ ഭാഗം വരുന്നത്. ഇനി നമ്മുടെ കോളറിൻ്റെ ബോഡിയെ ഇതുപോലെ വെച്ച് നമ്മളൊന്ന് കോളറൊന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആണെന്ന് അളന്ന് നോക്കുക. നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. കുറവാണെങ്കിൽ നമ്മുടെ ബോഡി പീസ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഷർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് ഈ ഒരു കറക്റ്റ് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് ഇവിടെ സ്റ്റിച്ചിങ് തുടങ്ങുക കണ്ടോ. ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് നമ്മുടെ ഇവിടെ എക്സ്ട്രാ തുണി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ വീതിയിൽ മാത്രമേ നമുക്ക് എല്ലാ ഭാഗത്തും കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കൂടുതൽ വീതിയിലൊന്നും തയ്ച്ചെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല. ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടോ, ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മുടെ ഈ ഒരു നെക്ക് കോളറിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ ആ ഒരു മാർക്കിംഗ് കണ്ടോ കറക്റ്റായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ രണ്ടാമത്തെ വശത്തേക്ക് നമ്മൾ തയ്ച്ചെടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കോളറോ ഈ ഒരു ബോഡി പാർട്ടോ നമുക്ക് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല. കറക്റ്റായിട്ട് വെച്ച് തയ്ച്ചെടുക്കുക കണ്ടോ. നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി അതിനുശേഷം നമ്മുടെ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്തുള്ള തുന്നത്തുണികളൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ നഖം വലിച്ചു കൊടുത്ത് ഈ ഒരു ഉള്ളിലുള്ള പീസുകളൊക്കെ ഉള്ളിലേക്ക് കണ്ടോ, ഈ ഒരു തുന്നത്തുണിയൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ നെക്കിനെ കറക്റ്റ് പിടിച്ച് നമ്മുടെ സെൻറ്റർ ഭാഗം നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള രണ്ട് ഭാഗത്തുള്ള സ്റ്റിച്ചും കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ വരണം കണ്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഷർട്ടിൻ്റെ കോളർ നല്ല ഫിറ്റിങ്ങോടുകൂടി കിട്ടുകയുള്ളൂ. കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നു. സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു തുന്നത്തുണിയുടെ പീസൊക്കെ നമുക്ക് ഉള്ളിലേക്ക് നല്ലവണ്ണം കയറ്റി വെച്ചുകൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സൈഡിൽ കൂടി തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ ആ ഒരു സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഒരു പീസൊക്കെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഉള്ളിലേക്ക് കയറ്റി വെക്കുക കണ്ടോ. ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ ഒരു സൂചി കൊണ്ടൊക്കെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ നമുക്ക് കണ്ടോ നമുക്ക് ആ ഒരു പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെയുള്ള തുന്നത്തുണിയൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. നല്ല വൃത്തിയോടുകൂടി തന്നെ തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെയും ഈ ഒരു ഭാഗവും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ടൈറ്റോ ലൂസോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് വശം കണ്ടോ ഈ ഒരു കോൺ വശത്തൊക്കെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.